केरला के विकास के लिए बीजेपी सरकार के इन प्रयासों के बीच ये भी जरूरी है कि केरला के लोगों की सही भावनाएं केंद्र सरकार तक पहुंचे। अगर यहां बीजेपी के सांसद होंगे तो केरला की भावनाओं को केंद्र सरकार तक पहुंचाने में और केंद्र सरकार की योजनाओं को यहां लागू करने में भी और आसानी होगी। केरला के लोगों को विकास की जिन योजनाओं परियोजनाओं की जरूरत है वो अपनी बात बीजेपी सांसदों से और बेहतर तरीके से लोग अपनी बात पहुंचा पाएंगे और मोदी आपकी इच्छा पूर्ति में कोई कमी नहीं रखेगा। ये मोदी की गारंटी है। ये है മോദിയുടെ ഗ്യാരണ്ടി। കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം കേന്ദ്ര സർക്കാരിൽ എത്തിക്കുന്നതിന് ഇവിടെ നിന്ന് എംപിമാരുണ്ടാകേണ്ടിയിരിക്കുന്നു। ഇവിടെ എംപി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം അവരിലൂടെ കേന്ദ്ര സർക്കാരില് എത്തിക്കുവാൻ സാധിക്കും। അതിനാവശ്യമായിട്ടുള്ള പദ്ധതികള് പരിപാടികള് അത് നടപ്പിലാക്കാൻ സാധിക്കും। അങ്ങനെ അതിന്റെ ഗുണങ്ങള് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും। അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് കേരളത്തില് നിന്ന് എംപിമാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനം ദ്രുതഗതിയിലാകും। മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹം അതിനൊരു കുറവും മോഡി വരുത്തില്ല। അത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്। साथियों, मैं जब भी विदेश जाता हूं, वैश्विक नेताओं से मिलता हूं, तो वो सभी और खासकर गल्फ देशों के नेता, प्रवासी भारतीय और विशेष करके केरला के लोगों के बारे में बहुत बातें करते हैं। मैं भी केरला के परिश्रमी लोगों की खूब तारीफ करता हूं। केरला की ब्रांडिंग जहां जाता हूं वहां करता हूं। मैं विदेशों में लोगों को बताता हूं कि क्यों हमारा केरला इतना खास है। मुझे याद है भारत ने 2022 में यूएई के साथ ट्रेड एग्रीमेंट किया था। इससे आने वाले वर्षों में सैकड़ों बिलियन डॉलर के कारोबार और निवेश का रास्ता तैयार हुआ। इससे किसका फायदा होगा? इसका लाभ केरला के हमारे उन ऊर्जावान युवाओं को होगा जो बड़ी संख्या में यूएई में रहते हैं। जब 2021 में मेरी वेटिकन में हिज होलीनेस पोप फ्रांसिस से मुलाकात हुई थी, तब भी मैंने केरला का विशेष जिक्र किया था। भारत में हो रही प्रगति के बारे में जानकर भी वो भी बहुत प्रभावित हुए थे। അതുപോലെ തന്നെ വിദേശത്ത് പോകുന്ന അവസരത്തില് ഞാൻ അവിടുത്തെ നേതാക്കന്മാരോട് പ്രവാസി ഭാരതീയരെ പറ്റി സംസാരിക്കാറുണ്ട്। പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്। അവരെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്।
ഞാൻ അവരോട് കേരളത്തിലെ കഠിനാധ്വാനികളായിട്ടുള്ള ജനങ്ങളെ പറ്റി ഞാൻ പറയാറുണ്ട്. കേരളത്തിന്റെ ബ്രാൻഡിങ് എവിടെ ചെന്നാലും ഞാൻ നടത്താറുണ്ട്. അത് കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ്. കാരണം ഈ കേരളം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ്. ഭാരതം 2022 UAE-യുമായിട്ട് വ്യാപാര കരാറ് ഒപ്പുവെക്കുകയുണ്ടായി. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ശതക്കണക്കിന് കോടി ബില്യൺ ഡോളറിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. ആർക്കാണ് ഇതിന്റെ നേട്ടമുണ്ടാകുക? ആർക്കാണ് ഇതിന്റെ ഗുണമുണ്ടാകുക? കേരളത്തിൽ നിന്നുള്ള ഊർജസ്വലരായിട്ടുള്ള യുവാക്കള് അവര് UAE-യിലുണ്ട്. അവർക്കായിരിക്കും അതിന്റെ വലിയ ഗുണം കിട്ടാൻ പോകുന്നത്. 2021 ഞാൻ വത്തിക്കാൻ സന്ദർശിച്ച അവസരത്തില് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുമായിട്ട് കാണുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം സംസാരിച്ച അവസരത്തില് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, കേരളത്തിലെ വിശേഷങ്ങള്, സർക്കാരിന്റെ ശ്രമപരമായിട്ട് ഭാരതത്തിലുണ്ടായിട്ടുള്ള വികസനത്തില് അദ്ദേഹം വളരെ തൽപരനായിരുന്നു.